ട്രേഡേഴ്സ് സമയം ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒരു 70 ക്വാണ്ടിറ്റി ഞാൻ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. 920 ആണ് ആവറേജ് ബൈയിങ് പ്രൈസ് കിട്ടിയത്. നമ്മുടെ ഓർഡർ ബുക്ക് നമ്മുടെ ആവറേജ് ബൈയിങ് പ്രൈസ് വന്നിട്ട് ഒരു 920 ആണ് കിട്ടുക. ഇപ്പോൾ ചെറിയൊരു ഗ്രീന് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓവറോൾ ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3500 3000ൻ്റെ ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റാണ്. ജസ്റ്റ് ഒരു അത്രയും നല്ല കോൺഫിഡൻസ് ഇല്ലാത്തൊരു ട്രേഡാണ്. അതാണ് 70 ക്വാണ്ടിറ്റി മാത്രം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു 6 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻറ്റം അപ്സൈഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാൽ നമുക്ക് അത്രയും നമ്മൾ കോൺഫിഡൻ്റ് ആവാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലോട്ട് സൈസ് കുറച്ച് ചെയ്തത്. ഇപ്പം എഗെയിൻ നമ്മളുടെ കോസ്റ്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. 58,000ൻ്റെ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. നമുക്ക് റിസ്ക് എടുക്കേണ്ട. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 920ലാണ്. ഇപ്പോൾ ഒരു ആവറേജ് 927 ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തേക്കാം 895ഉം ട്രിഗർ വന്നിട്ട് ഒരു ₹1 കൂട്ടിയിട്ട് ഒരു 896ഉം കൊടുത്തേക്കാം. ജസ്റ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇനിയിപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. ഇനി അതല്ല കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങാം. നമ്മുടെ എൻട്രി പോയിൻറ്റും നമ്മളുടെ ടാർഗറ്റ് ഏരിയയും സ്റ്റോപ്പ് ലോസും കൂടെ നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാം. സ്റ്റോപ്പ് ലോസ് ഏതായാലും ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മൊമെൻറ്റം ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തേക്കാം. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ഒരു 800 900ൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ആണെന്നാണ് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വലിയ മൊമെൻറ്റം അല്ല, ജസ്റ്റ് ഒരു സ്പൈക്കോ വല്ലതും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേളിലൊരു R1ൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. സോ ആ R1ൻ്റെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് പോകാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് എങ്കിലും ഒരു 200 അല്ലെങ്കിൽ ഒരു 150 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്കറിയില്ല. ഏതായാലും നമ്മളുടെ ഒരു കൺവിക്ഷൻ്റെ പുറത്ത് ട്രേഡ് എടുക്കുക, നമ്മൾ റിസ്ക് റിവാർഡിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ഇപ്പോൾ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഏതായാലും ഞാനൊന്ന് ഫോർവേഡ് ഇട്ട് കാണിക്കാൻ ട്രേഡേഴ്സ്, ഇല്ലെങ്കിൽ ഒരുപാട് വലിയ ലെങ്തി വീഡിയോ ആവും. ഒരു 1000നെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ റിജക്ഷൻ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1750യുടെ ഒരു ലോസ് നമ്മൾ ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ അടുത്തൊരു ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ ബുക്ക് ഒരു 12:32 നമ്മളുടെ ട്രേഡിൽ എൻട്രി കിട്ടിയത്. സെയിം സ്ട്രൈക്ക് പ്രൈസിൽ സെയിം ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് കുറച്ച് താഴത്തോട്ട് മൊമെൻറ്റം ചെയ്തായിരുന്നു. സോ ഇനിയിപ്പം ഇവിടുന്ന് ഒരു മൊമെൻറ്റം മേളിലേക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇതൊരു ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ഫസ്റ്റ് ട്രേഡിൽ നിങ്ങൾ കണ്ടതാണ് ഒരു 1700 റുപ്പീസിൻ്റെ അടുപ്പിച്ച് നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം മൊമെൻറ്റം മേളിലേക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഫേവറായിട്ട്. സോ ഏതായാലും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ 70 ക്വാണ്ടിറ്റി ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് നമുക്ക് കിട്ടിയേക്കണം 898.98ലാണ്. ഇപ്പോൾ ഒരു 885 റേഞ്ചിൽ ഇപ്പോൾ ട്രേഡ് നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം സ്പോട്ടിൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റാണ് ആദ്യം എത്തിയണമെങ്കിൽ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇനി അതല്ല സ്പോട്ട് വൈസ് ആണ് നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം. ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 1700ൻ്റെ അടുപ്പിച്ച് ലോസ് ആയിരുന്നു. അതിൽ നിന്ന് കുറച്ച് താഴത്തോട്ട് വന്നെന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് കോസ്റ്റിൽ തന്നെ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഒരു 1400 1300ൻ്റെ അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂസ് താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൂടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വീണ്ടും എഗെയിൻ നമ്മളുടെ
കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. ജസ്റ്റ് ഒരു ചെറിയൊരു മൊമെൻറ്റം മേളിലേക്ക് കാണിച്ചായിരുന്നു വീണ്ടും, പക്ഷേ തിരിച്ച് നമ്മളുടെ എൻട്രി പോയിൻ്റ് അല്ലെങ്കിൽ എൻട്രി ഏരിയയുടെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. സോ നിങ്ങളും കൂടെ നിങ്ങളുടെ ട്രേഡിംഗ് ഡേയ്സ് എങ്ങനെയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ലോസ് ആണെങ്കിലും കുഴപ്പമില്ല, പ്രോഫിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇന്നിപ്പോൾ ഇത് ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ലോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4,000-5,000 അടുപ്പിച്ച് നമുക്ക് ലോസ് ആയിരിക്കും ഇന്നിപ്പോൾ ഈ 2 ട്രേഡും കൂടെ ആവുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ പ്രോഫിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം അഗെയിൻ നമ്മുടെ കോസ്റ്റിൻ്റെ അവിടെ തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്, നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, മാർക്കറ്റിൽ നമ്മളുടെ ലോസ് റിക്കവറായി ജസ്റ്റ് ഒരു ഗ്രീനിലേക്ക് കടന്നിട്ടുണ്ട്. 58,000 കോൾ ഓപ്ഷനാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ലോസിനെ ഒരു 1,700 പ്ലസിൻ്റെ ഒരു ലോസായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അതിനെ ഓവർകം ചെയ്ത് ജസ്റ്റ് ഗ്രീനിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ട്രേഡ് എവിടെ ബുക്ക് ചെയ്യാം എന്നുള്ള ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 58,000 ഇപ്പോൾ ഒരു 58,100 മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് 58, 128, 125 ആ ഒരു റീജിയൻ ഇനി ഇവിടുന്ന് ഒരു 25 പോയിൻറ്റ്സും കൂടെ സ്പോട്ട് വൈസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാമെന്നാണ് തോന്നുന്നത്. കാരണം അതാണ് സ്പോട്ട് വൈസ് നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. കാരണം ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റം എനിക്ക് തോന്നുന്നില്ല. അപ്പം ഏകദേശം നോക്കാം. ഇനി അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. 17 നമ്മൾ പറഞ്ഞ പോലെ 17 ഒരു 20 ഓക്കെ 18 19 റൈറ്റ് ഇതെവിടെ നോക്കിയാൽ പറയണമെന്ന് ചോദിക്കരുത്. ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിഫ്റ്റി ബാങ്കിൻ്റെ ഇത് നോക്കിയിട്ടാണ് കേട്ടോ പറയണത്. 120 ഒരു 128 127 124 24 റൈറ്റ് 22 29 ഓക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്, ഇവിടുന്ന് എക്സിറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഒരു 1,000 റുപ്പീസ് നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്തിട്ട് ഒരു 1,000 റുപ്പീസിൻ്റെ ഒരു പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഇന്നിപ്പോൾ ഇതൊരു ലാസ്റ്റ് ട്രേഡാണ്. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഇതാണ് ഓർഡർ ബുക്ക്. നമ്മളുടെ സെക്കൻഡ് ട്രേഡാണ്. നമ്മൾ എൻട്രി എടുത്ത് 877, നമ്മൾ എക്സിറ്റ് ചെയ്തത് 917.70 ഓവറോൾ നമ്മുടെ ലോസിനെയും റിക്കവർ ചെയ്ത് നമ്മളുടെ ഒരു 1,000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു, ബൈ.